താമരശ്ശേരിയിൽ നിന്നും പ്രവാസി യുവാവ് ഷാഫിയെ തട്ടിക്കൊണ്ടുപോയ സംഘമേത്? കൊട്ടേഷൻ നൽകിയതാര്? ഷാഫി നാട്ടിൽ തിരിച്ചെത്തി 2 ദിവസമാകുമ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണിത്. പോലീസിന്റെ അന്വേഷണ മികവ് ചോദ്യം ചെയ്യപ്പെട്ട കേസുകളിലൊന്ന്. തന്നെ തട്ടിക്കൊണ്ടുപോയത് കൊടുവള്ളി സ്വദേശി സാരി എന്നാണ് ഷാഫി പറയുന്നത്. എന്നാൽ ഷാഫിയുടെ ഈ മൊഴി വിശ്വാസത്തിലെടുക്കാമോ? ഷാഫി ആരെയൊക്കെയോ എന്തിനെയോ ഭയക്കുന്നുണ്ടോ? ഈ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ദുരൂഹത തുടരുമ്പോഴും പോലീസിനെ വെല്ലുവിളിച്ചും പരിഹസിച്ചും കൊട്ടേഷൻ സംഘം രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ മാസം 7-നാണ് പരപ്പൻപോയിൽ കുറുന്തോട്ടിക്കണ്ടി ഷാഫിയെ കൊട്ടേഷൻ സംഘം തോക്കുമായി എത്തി തട്ടിക്കൊണ്ടുപോയത്. അന്നു മുതൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ പോലീസ് അന്വേഷണം നടത്തിയിരുന്നെങ്കിലും ഷാഫിയെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല. പിന്നാലെയാണ് ഷാഫിയെ തട്ടിക്കൊണ്ടുപോയി 6-ാം ദിവസം അജ്ഞാത കേന്ദ്രത്തിൽ നിന്നുള്ള ആദ്യ വീഡിയോ സന്ദേശം ന്യൂസ് 18 പുറത്തുവിട്ടത്. 7-ാം ദിവസം ഷാഫിയുടെ 2-ാം വീഡിയോ സന്ദേശവും. സൗദിയിൽ നിന്നും സ്വർണം മോഷ്ടിച്ചു കടത്തിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്ന് ഷാഫി തുറന്നു പറയുന്നതായിരുന്നു വീഡിയോ. അതുകൊണ്ട് ഈ പരിപാടികൾ കംപ്ലീറ്റ് ആസൂത്രണം ചെയ്തത് നൗഫലായതുകൊണ്ട് നൗഫലും ചിലപ്പോൾ എന്നെ ആരെങ്കിലും കൊന്നാലോ തട്ടിയാലോ ഈ മുതലിൽ ഓന്റെ പേരിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ആ കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കണം. തട്ടിക്കൊണ്ടുപോകാൻ കൊട്ടേഷൻ ഏറ്റെടുത്തത് അധോലോക കുറ്റവാളി രവി പൂജാരിയുടെ സംഘമാണെന്ന സൂചനയും പുറത്തു വന്നു. എന്നാൽ അപ്പോഴും പോലീസ് ഇരുട്ടിൽ തപ്പുകയായിരുന്നു. അന്വേഷണ സംഘം കർണാടകയിൽ വ്യാപക തെരച്ചിൽ നടത്തി വരുന്നതിനിടെയാണ് ആരുടെയും കണ്ണിൽപ്പെടാതെ ഷാഫി വീട്ടിൽ തിരിച്ചെത്തുന്നത്. ഷാഫി വിളിച്ചതിനെ തുടർന്ന് രാവിലെ സഹോദരിയുടെ മകൻ സക്കറിയ കാറുമായി മൈസൂരിലെത്തി ഷാഫിയെ കൂട്ടിക്കൊണ്ടുവന്നുവെന്നാണ് അവർ പോലീസിനെ അറിയിച്ചത്. ഷാഫിയെ കണ്ടെത്താനായി ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെയുള്ള പോലീസ് സംഘം മൈസൂരിലും ബംഗളൂരുവിലും മംഗലാപുരത്തുമെല്ലാം അരിച്ചുപെറുക്കുമ്പോഴാണ് കാറുമായി ബന്ധുക്കൾ മൈസൂരിലേക്ക് പോയത്. വിവരം പോലീസിനെ അറിയിക്കാനും അവർ തയ്യാറായില്ല. വീണ്ടും 10 മണിക്കൂറോളം പോലീസ് അന്വേഷണം തുടർന്നു. പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഷാഫിയെ വീട്ടിലെത്തിച്ചത് എന്തിനെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് അന്വേഷണ സംഘമാണ്. കേരള പോലീസിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി DIGയുടെ മേൽനോട്ടത്തിൽ 11 ദിവസം അന്വേഷണം നടത്തിയിട്ടും യാതൊരു തുമ്പും കിട്ടാതിരുന്ന സംഭവത്തിന് പിന്നിൽ ആരാണെന്ന ചോദ്യത്തിന് ഇപ്പോഴും പോലീസിന് കൃത്യമായ ഉത്തരമില്ല. പിന്നാലെയാണ് കൊട്ടേഷൻ സംഘം വാട്സാപ്പിലൂടെ പോലീസിനെ പരിഹസിച്ചും ആക്ഷേപിച്ചും സന്ദേശം അയച്ചത്. ഞങ്ങളുമായുള്ള ഇടപാടുകൾക്ക് തീർപ്പാക്കി. ഞങ്ങൾ ഏറ്റെടുത്ത എല്ലാ കൊട്ടേഷൻ വർക്കുകളും ഉത്തരം കിട്ടാതിരുന്നിട്ടില്ല. 10 ദിവസമായി ഷാഫി ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നിട്ടും പോലീസിന് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെന്നും കൊട്ടേഷൻ സംഘം പരിഹസിച്ചു. സമാന്തരമായ കേസാണ് എറണാകുളം ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസ്. 2 വർഷം കഴിഞ്ഞിട്ടാണ് യഥാർത്ഥ പ്രതികളിലേക്ക് പോലീസ് എത്തിപ്പെട്ടതെന്നും കൊട്ടേഷൻ സംഘം പരിഹസിച്ചു. ഞങ്ങളുടെ രീതി ഇങ്ങനെയാണ്. നിലവിൽ ഷാഫി മൂലം സൗദി ജയിലിൽ കഴിയുന്ന നിരപരാധികളെ വിട്ടയക്കാനുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള വഴിയും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും വാട്സാപ്പ് സന്ദേശത്തിൽ പറയുന്നു. ഷാഫിയുടെ മൊഴി കളവെന്നും കൊട്ടേഷൻ സംഘത്തിന്റെ സന്ദേശത്തിൽ സൂചനയുണ്ട്. ഇപ്പോഴും ഷാഫിയെ തട്ടിക്കൊണ്ടുപോയവരെ കുറിച്ചോ കൊട്ടേഷൻ നൽകിയവരെ കുറിച്ചോ തട്ടിക്കൊണ്ടുപോയതിന്റെ കാരണമോ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതേസമയം ഷാഫിയെയും ബന്ധുക്കളെയും വീണ്ടും ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട്. ന്യൂസ് 18 കൊച്ചി, കോഴിക്കോട്.